സോ ഹലോ എവ്രി വൺ. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ലിനക്സിനകത്ത് നമുക്ക് എങ്ങനെ ഫയൽസിനെ കംപ്രസ് ചെയ്യാമെന്നും അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വേ ഉണ്ട്. അത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ കംപ്രഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് സിംഗിൾ സ്റ്റെപ്പിൽ തന്നെ ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് ഒരു ഫ്ലോ ഉണ്ട്. അതുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടായിരിക്കും ഞാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ അപ്പോൾ ഫയൽസൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് ഒരു ഫയൽസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫൈൻഡ് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ചിട്ട് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് പൈക്കകത്തുള്ള ഫയൽസും ഫോൾഡേഴ്സും ലിസ്റ്റ് ചെയ്ത് ഒരു ഫയലാക്കി അതിൽ റീഡയറക്റ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഓക്കെ, ഞാനിനി വേറൊരു ഫയലും കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഫൈൻഡ് മാക്സ് ഓക്കെ, ഇങ്ങനെ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ആ ഫയലിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫൈൻഡ് എന്ന് പറയുന്ന കമാൻഡിൻ്റെ സെർച്ച് റിസൾട്ട് നമുക്ക് റൈറ്റ് ചെയ്ത് വയ്ക്കാം. ഓക്കെ, ബേസിക്കലി ഞാൻ റീഡയറക്റ്റ് ചെയ്യുന്നത്, അതായത് ഫൈൻഡിൻ്റെ റിസൾട്ട് മാക്സ് ഡെപ്ത് 2 ടൈപ്പ് ഫയൽസ് മാത്രം റിട്ടേൺ ചെയ്യുക. അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാം, റീഡയറക്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഫയലിൽ, അതായത് പൈക്കകത്ത് ഫ്രം റൂട്ട് മാക്സ് 2 എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് ഫയലിലേക്ക് റൈറ്റ് ചെയ്ത് വയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. ഓക്കെ, നമ്മൾ എല്ലാം ശ്രദ്ധിക്കുമ്പോൾ 2 ഫയൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഫ്രം റൂട്ട് മാക്സ് 2ഉം പൈലിസ്റ്റ് .txt എന്ന് പറയുന്ന 2 ഫയൽസ് ക്രിയേറ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇനി ഞാൻ ls-lh എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് ഫയലിൻ്റെ സൈസും കാണാൻ പറ്റും. പൈലിസ്റ്റിന് 1.2 KB ഫ്രം റൂട്ട് മാക്സിന് 2.8 KB സൈസുള്ളതിന് കാണാൻ പറ്റും. അപ്പോൾ ഈ 2 ഫയൽസ് എനിക്കിനി കംപ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ആർക്കൈവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളെ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, അതായത് നിങ്ങളുടെ കയ്യിൽ കുറേ ഫയൽസ് ഉണ്ട്, കുറേ സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്. ഈ സർട്ടിഫിക്കറ്റ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വർക്കിംഗ് ബെഞ്ചിൽ കുറച്ച് അത്യാവശ്യം സ്പേസ് ഓക്യുപ്പൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഫയൽസ് നിങ്ങൾ റെഗുലറായിട്ട് റെഫർ ചെയ്യാത്ത ഒരു ഫയലാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു ടേബിളിൽ വയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്ത് ഈ ഫയൽസ് എല്ലാം കൂടെ എടുത്തിട്ട് നിങ്ങളുടെ ഈ സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പേപ്പേഴ്സ് എല്ലാം കൂടെ എടുത്ത് ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെ എടുത്തിട്ട് നിങ്ങളൊരു ഫയലിൽ വയ്ക്കും, അല്ലേ? ഒരു ഫയലെന്ന് പറയുന്നത് എന്താണ്, ഒരു ബാഗ് പോലത്തെ ഒരു സംഭവം. ഓക്കെ, ഈ ഫയലിനകത്ത് വെച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും ഷെൽഫിലേക്ക് മാറ്റി വയ്ക്കുകയായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ തന്നെയാണ് നമ്മൾ ആക്ച്വലി ഫയൽസ് ആർക്കൈവ് ചെയ്യുന്നത്. അതായത് റെഗുലറായിട്ട് നമ്മൾ യൂസ് ചെയ്യാത്ത ഫയൽസിനെയാണ് നമ്മൾ ആർക്കൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മളൊരു ഫയലിനെ കംപ്രസ് ചെയ്യുന്നതിന് മുൻപേ ഇതിനെ ആർക്കൈവ് ചെയ്യുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ലിനക്സിനകത്ത് ഈ പണ്ട് മുതൽ നമ്മൾ നമുക്ക് ആവശ്യമില്ലാത്ത, അതായത് റെഗുലറായിട്ട് യൂസ് ചെയ്യാത്ത ഫയൽസിനെ നമ്മൾ ഒരു ടേപ്പ് ആർക്കൈവിലേക്ക് റെക്കോർഡ് ചെയ്ത് മാറ്റി വയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഉപയോഗിക്കുന്ന കമാൻഡിൻ്റെ പേര് അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് വന്നത്. അതായത് ടേപ്പ് ആർക്കൈവ് ചെയ്യുന്ന ഒരു രീതി. ഓക്കെ, അതായത് നമ്മൾ ഇതുണ്ടല്ലോ, മാഗ്നറ്റിക് ടേപ്പിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കുന്ന രീതി ഉണ്ടായിരുന്നു പണ്ടത്തെ സിസ്റ്റംസിലൊക്കെ. അപ്പോൾ അതിൽ നിന്ന് വന്നൊരു കൺസെപ്റ്റാണ് ഈ ടാർ എന്ന് പറയുന്ന കമാൻഡ്. അതായത് ടേപ്പ് ആർക്കൈവിൻ്റെ ഷോർട്ട് ഫോമാണ് ടാർ. അപ്പോൾ നമ്മൾ എല്ലാം അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ 2 ഫയൽസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ 2 ഫയൽസ് നമ്മൾ ആദ്യം ആർക്കൈവ് ചെയ്യുകയാണ് ചെയ്യുന്നത് ലിനക്സിനകത്ത്. ഓക്കെ, അപ്പോൾ ആർക്കൈവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടാർ എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. അപ്പോൾ ആർക്കൈവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് മാൻ പേജ് ഓപ്പൺ ചെയ്ത് പഠിക്കാവുന്നതാണ് ഈ ടാർ എന്ന് പറയുന്ന കമാൻഡിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പം -c എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതായത് ഒരു ടാർ ഫയൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഫ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. എഫ് എന്ന് പറയുന്നത് ബേസിക്കലി നിങ്ങൾ ഒരു ടാർ ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ ഒരു ടാർ ബാൾ എന്നാണ് ലിനക്സിനകത്ത് ഇതിനെ പറയുന്നത്. അതായത് നിങ്ങൾ ഇപ്പോൾ പൈലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഫയലും ഫ്രം റൂട്ട് മാക്സ് 2.txt എന്ന് പറയുന്ന ഈ 2 ഫയലും ആർക്കൈവ് ചെയ്ത് ഒരൊറ്റ ഫയലായിട്ട് മാറ്റി വെച്ചിരിക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു എക്സ്ട്രാ ഓപ്ഷൻ കൂടെ ഉണ്ട്, വി എന്ന് പറയുന്ന ഓപ്ഷൻ. ഈ വി എന്ന് പറയുന്ന ഓപ്ഷൻ ബേസിക്കലി എന്താ ചെയ്യുന്നത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ ഫോം വെർബോസ് എന്നാണ്. അതായത് ടാർ ബോൾ ചെയ്യുന്ന ഈ ടാർ എന്ന് പറയുന്ന കമാൻഡ് ചെയ്യുന്ന ആക്ടിവിറ്റി
അത് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിൽ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. അതിന് വേണ്ടിയിട്ടാണ് നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ ഈ ടാർബാളിൻ്റെ പേര് കൊടുക്കുക. ഓക്കെ, അപ്പം ഞാൻ ന്യൂ ടാർബാൾ .tar. ഓക്കെ, ഇവിടെ ഞാൻ ഒരു ഫയൽ നെയിം കൊടുക്കുകയാണ്. ഓക്കെ, ഇത് എൻ്റെ കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ടാർ എന്ന് പറഞ്ഞ് കൊടുത്തത്. ഓക്കെ, ടാർ എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഫയലൊക്കെയാണോ വേണ്ടത് അത് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഞാൻ 2 ഫയൽ പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇത് കണ്ടോ, നിങ്ങൾക്കിവിടെ 2 ഫയൽ ലിസ്റ്റ്, അതായത് ഈ ടാർ എന്ന് പറയുന്ന കമാൻഡ് വർക്ക് ചെയ്ത 2 ഫയൽസിൻ്റെ പേര് അത് സ്റ്റാൻഡേർഡ് ഔട്ടിലേക്ക് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് ബേസിക്കലി വി എന്ന് പറയുന്ന ഓപ്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ വി ഓപ്ഷൻ കൊടുത്തില്ലെങ്കിൽ ഇങ്ങനെ 2 എണ്ണം പ്രിൻറ്റ് ചെയ്ത് കാണിക്കത്തില്ല. അതായത് ഏതൊക്കെ ഫയൽസിലാണ് നിങ്ങൾ വർക്ക് ചെയ്തത്, ഏതൊക്കെ ഫയൽസിലാണ് ഈ ടാർ എന്ന് പറയുന്ന കമാൻഡ് വർക്ക് ചെയ്തത് എന്ന് നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഔട്ടിൽ കാണാൻ പറ്റും. അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ എല്ലാം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ന്യൂ ടാർബാൾ .tar എന്ന് പറയുന്ന ഒരു ഫയൽ റെഡ് കളറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, കണ്ടോ, ബേസിക്കലി ഇത് ഒരൊറ്റ നിങ്ങളെ 2 ഫയൽസും കൂടെ എടുത്ത് ഒരൊറ്റ ഫയലിനകത്താക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ടാർബാളിനകത്ത്, അതായത് ഈ ടാർബാളിനെ എക്സ്ട്രാക്റ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഈ ടാർബാളിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിനുവേണ്ടി ഒരു ലേബൽ എന്ന് പറയുന്ന ഒരു ലേബൽ എന്ന് പറയുന്ന ടെക്സ്റ്റ് ലേബൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ടാർ എന്ന് പറയുന്ന കമാൻഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. tar-tf എന്നിട്ട് നിങ്ങൾ ഈ ന്യൂ ടാർബാൾ എന്ന് പറയുന്ന, അതായത് നിങ്ങളുടെ ടാർബാളിൻ്റെ ഫയൽ നെയിം കൊടുത്താൽ മതി. അപ്പോൾ കണ്ടോ, നിങ്ങൾ ഈ ടാർബാൾ എക്സ്ട്രാക്റ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് പൈ ലിസ്റ്റ് ഫ്രം റൂട്ട് മാക്സ് ടു എന്ന് പറഞ്ഞാൽ, അതായത് ഈ ടാർബാളിനകത്തുള്ള ഫയൽസിൻ്റെ എന്തൊക്കെ ഫയലുണ്ടോ അതെല്ലാം ഇവിടെ നിങ്ങൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിൽ ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഇനി നമ്മൾ ഫയൽ ന്യൂ ടാർബാൾ ഫയൽ കമാൻഡ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഒരു ഫയലിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് POSIX TR ആർക്കൈവ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ഈ ന്യൂ ടാർബാളിന് .tar മാറ്റിയിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. ന്യൂ ടാർബാളിന് ഞാൻ ജസ്റ്റ് ന്യൂ ടാർബാൾ .abcd എന്ന് പറഞ്ഞ് ജസ്റ്റ് എന്തെങ്കിലും ഒരു എക്സ്റ്റൻഷൻ കൊടുത്തത്. അതായത് ഞാൻ ബേസിക്കലി എക്സ്റ്റൻഷൻ ചേഞ്ച് ചെയ്തു. ഞാൻ എല്ലാം മാറ്റിയാൽ നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ആ റെഡ് കളർ മാറി. ഓക്കെ, റെഡ് കളർ മാറി. ഇനി ഞാൻ ഫയൽ എന്ന് പറയുന്ന സാധനം കൊടുത്തിട്ട് ന്യൂ ടാർബാൾ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ അത് ലിനക്സ് അതിനെ ടാർബാളായിട്ട് തന്നെയാണ് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഓക്കെ, ഞാനിവിടെ .tar എന്ന് കൊടുത്തത് എൻ്റെ കൺവീനിയൻസിന് വേണ്ടി മാത്രമാണ്. അതായത് ഒരു ഹ്യൂമൻ്റെ കൺവീനിയൻസിന് വേണ്ടി മാത്രമാണ് നമ്മൾ ബേസിക്കലി ലിനക്സിനകത്ത് എക്സ്റ്റൻഷൻസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഞാനത് തിരിച്ച് പഴയ പേരിലേക്ക് മുന്നേ മാറ്റാം. ഓക്കെ, ഞാൻ പഴയ പേരിലേക്ക് മാറ്റി. ഇനി എനിക്ക് ഈ ടാർബാളിനകത്തുള്ള ഫയൽസിനെ എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഞാൻ tar-x എന്ന് പറയുന്നത്, അത് എക്സ്ട്രാക്റ്റിനെല്ലാം എക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് കൊടുക്കുന്നത്. എക്സ് ഇവിടെ നമുക്ക് വെർബോസ് ഓപ്ഷൻ ഉപയോഗിക്കാം. എഫ് എന്നിട്ട് നിങ്ങൾ ന്യൂ ടാർബാൾ, അതായത് നിങ്ങളുടെ ടാർബാൾ ഫയൽ നെയിം പറഞ്ഞു കൊടുക്കുക. ഓക്കെ, നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സ്ട്രാക്റ്റ് ചെയ്ത് കാണാൻ പറ്റും. സോറി, ഇത് ശരി ആക്ച്വലി നമ്മുടെ വെർബോസ് ഓപ്ഷൻ്റെ റിസൾട്ടാണ്. നിങ്ങൾ എല്ലാം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ ആർക്കൈവിലേക്ക് മൂവ് ചെയ്ത 2 ഫയൽസും ഇവിടെ വീണ്ടും കാണാൻ പറ്റും. ഓക്കെ, ഞാൻ നേരത്തെ ഡിലീറ്റ് ചെയ്തില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ഞാൻ ഒന്നുകൂടെ ഡിലീറ്റ് ചെയ്യും. ഫയൽ ലിസ്റ്റ്. ഓക്കെ, ഞാൻ ആ 2 ഫയൽസ് റിമൂവ് ചെയ്തു. ഇനി നമുക്ക് ഒന്നുകൂടെ ടാർബാൾ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. പാരടിച്ചാൽ പറ്റും. ഓക്കെ, കണ്ടോ, ഈ ന്യൂ ടാർബാളിനകത്തു നിന്ന് നിങ്ങൾക്ക് ആ 2 ഫയൽ വീണ്ടും എക്സ്ട്രാക്ട് ചെയ്ത് വെളിയിലിട്ടത് കാണാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോഴേ നമ്മൾ ആർക്കൈവ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, അതായത് കംപ്രസ് ചെയ്തിട്ടില്ല. ഓക്കെ, അതായത് കംപ്രസ് ചെയ്യുമ്പോൾ ആക്ച്വലി നിങ്ങളുടെ ഫയൽ സൈസ്, ആ ടാർബാളിൻ്റെ ഫയൽ സൈസ് റെഡ്യൂസ് ആവും. അതാണ് നമ്മൾ കംപ്രഷൻ്റെ കൺസെപ്റ്റ്. ഞാൻ ആ ഫയൽസ് 2 ഒന്നുകൂടെ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ലിനക്സിനകത്തുള്ള കംപ്രഷൻ അൽഗോരിതംസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അതായത് ലിനക്സിനകത്ത് ബേസിക്കലി ലിനക്സിൽ വരുന്ന 2 മെയിനായിട്ടുള്ള കംപ്രഷൻ അൽഗോരിതംസ് എന്ന് പറയുന്നത് ഒന്ന് gzip-ഉം ഒന്ന് bzip-ഉമാണ്. ആക്ച്വലി ഇപ്പോൾ നമ്മൾ bzip-ൻ്റെ വേർഷൻ 2 ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വിൻഡോസ് മെഷീനിലേക്ക് നിങ്ങൾ ആർക്കൈവ് ചെയ്ത് മൂവ് ചെയ്യാനൊക്കെ ഉള്ള പരിപാടിയാണെങ്കിൽ അവിടെ നമുക്ക് സിപ്പ് എന്ന് പറയുന്ന കംപ്രഷൻ അൽഗോരിതമും അവൈലബിൾ ആണ്. ഓക്കെ,
അപ്പോൾ നമ്മൾ ഈ GZIPും BZIPും ഉപയോഗിക്കുന്നത് എപ്പോഴെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ആർക്കൈവ് ചെയ്തിട്ടാണ് നമ്മൾ കംപ്രസ് ചെയ്യുന്നത്. എപ്പോഴും നിങ്ങൾ അത് മനസ്സിൽ വെച്ചിരിക്കുക. അതായത് ആർക്കൈവ് ചെയ്ത്, അതായത് നിങ്ങൾ ടാർബാളാക്കി മാറ്റിയിട്ട് വേണം നിങ്ങൾ കംപ്രസ് ചെയ്യാൻ. സിപ്പിൻ്റെ കേസിൽ അത് ഡിഫറൻ്റ് ആണ്. സിപ്പ് വിൻഡോസ് പരിപാടിക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് സിപ്പിൻ്റെ കേസ് ഇപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റി ചെയ്യാം. ഞാൻ അവസാന സിപ്പിനെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് GZIPനെ കുറച്ച് ഡിസ്കസ് ചെയ്യാം. ബേസിക്കലി GZIP എന്ന് പറയുന്ന അൽഗോരിതം കുറച്ചുകൂടെ ഫാസ്റ്റാണ്. ഓക്കെ, അത് ഈ ടെക്സ്റ്റ് ഫയൽസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്, അതായത് വേർഡുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഫയൽസിനൊക്കെ കംപ്രസ് ചെയ്യാനാണ് ഈ നമ്മൾ യൂഷ്വലി GZIP ഉപയോഗിക്കുന്നത്. അത് തന്നെ അതിന് തന്നെ കറക്റ്റ് എന്ന് പറഞ്ഞ് അങ്ങനെ ഇതൊന്നുമില്ല. അധികം CPU കൺസ്യൂം ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് ഫയൽസിനൊക്കെയാണ് കൂടുതലും നമ്മൾ GZIP ഉപയോഗിക്കുന്നത്. BZIP2 എന്ന് പറയുന്ന അൽഗോരിതം യൂഷ്വലി നമുക്ക് വീഡിയോ ഫയൽസ് അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി മീഡിയ ഫയൽസൊക്കെ കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി BZIP യൂസ് ചെയ്യുന്നത്. അത് കുറച്ചുകൂടെ സമയം എടുക്കും. ഓക്കെ, CPUവിന് കുറച്ചുകൂടെ ലോഡാണ് BZIP2 എന്ന് പറയുന്ന അൽഗോരിതം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം GZIP തന്നെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. GZIP ന്യൂ ടാർബോൾ, അതായത് GZIP എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തിട്ട് ന്യൂ ടാർബോൾ .tar എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി നിങ്ങൾ ടാർബോളിൻ്റെ ഫയൽ നെയിം പറഞ്ഞു കൊടുക്കുക, GZIPന് പറഞ്ഞു കൊടുക്കുക. അപ്പം നിങ്ങൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ LS കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ന്യൂ ടാർബോൾ .tar.gz എന്നുള്ള ഒരു എക്സ്റ്റൻഷൻ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫയൽ എന്ന് പറഞ്ഞൊരു ഫയൽ കമാൻഡ് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ. ഇപ്പോൾ അതും POSIX എന്ന് പറയുന്ന നേരത്തെ നമ്മൾ കണ്ടതുപോലത്തെ ഒരു മെസ്സേജ് അല്ല ഫയൽ കമാൻഡ് തരുന്നത്. കണ്ടോ, GZIP കംപ്രസ്ഡ് ഡാറ്റ വാസ് ന്യൂ ടാർബോൾ .tar ലാസ്റ്റ് മോഡിഫൈഡ്, പിന്നെ അതിൻ്റെ കുറേ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ LS-LH കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ കണ്ടോ, ഇത് കംപ്രസ് ചെയ്ത് 1.6 KB. നേരത്തെ നമ്മൾ 1.2ഉം 1.6ഉം അങ്ങനത്തെ രണ്ട് ഫയൽ സൈസ് ആയിരുന്നു. അങ്ങനെ അതായത് ബേസിക്കലി 1.6നും മുകളിലുണ്ടായിരുന്നു നമ്മുടെ രണ്ട് ഫയൽ സൈസ്. എനിക്ക് ആക്ച്വലി ഓർമ്മയില്ല, നിങ്ങൾ വീഡിയോ ബാക്കിലോട്ട് നോക്കിയിട്ട് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. എൻ്റെ ഓർമ്മ കറക്റ്റ് ആണെങ്കിൽ 1.2ഉം 1.6ഉം ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ അത് കംപ്രസ് ചെയ്തപ്പോൾ കണ്ടോ 1.6 KB ഉള്ളൂ. രണ്ട് ഫയൽസും കൂടെ ചേർത്ത് 1.6 KB ഉള്ളൂ. അങ്ങനെ ഇപ്പോഴാണ് അത് ആക്ച്വലി കംപ്രസ് ആയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് GZIP മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നമുക്ക് നമ്മളിപ്പോൾ GZIP വെച്ച് കംപ്രസ് ചെയ്തു. ഇനി GZIP വെച്ച് അൺസിപ്പ്, അതായത് അൺകംപ്രസ് ചെയ്യുക, അതായത് ഡീകംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആ പഴയ ടാർബോൾ നമുക്ക് തിരിച്ച് വേണം. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് GZIPന് വേണ്ടിയിട്ട് unzip എന്ന് പറയുന്ന കമാൻഡ് കൊടുത്തത്. അതായത് GZIPും unzip GZIP ഫയൽ നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. unzip, അതായത് unzip നിങ്ങൾ കംപ്രസ് ചെയ്ത GZIP വെച്ച് കംപ്രസ് ചെയ്ത, അതായത് അല്ലെങ്കിൽ .gs വെച്ച് അവസാനിക്കുന്ന ഫയൽ പറഞ്ഞു കൊടുക്കുക. ഇനി നമ്മൾ LS കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ നമ്മളെ പഴയ ടാർബോൾ നമുക്ക് തിരിച്ച് കിട്ടി. ഓക്കെ, ഇനി നിങ്ങൾക്ക് ടാർബോളിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? -xvf എന്ന് പറഞ്ഞ കമാൻഡ് ടാർബോൾ ഫയലിലേക്ക് കൊടുത്താൽ മതി. tar-xvf അത് കൊടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫയൽസ് എല്ലാം നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കംപ്രഷൻ അൽഗോരിതമാണ് BZIP2. അതായത് BZIP2 നിങ്ങൾ ടാബ് അടിച്ചാൽ അത് ഓട്ടോ കംപ്ലീറ്റ് ആണ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ. ഓക്കെ, BZIP2 നിങ്ങൾ ഈ ടാർബോൾ നമ്മൾ നേരത്തെ GZIPന് ചെയ്ത പോലെ ന്യൂ ടാർബോൾ നമ്മൾ ടാർബോൾ ഫയൽ പറഞ്ഞു കൊടുക്കുക, എൻ്റർ അടിക്കുക, LS കൊടുക്കുക. ഓക്കെ, കണ്ടോ. ഇനി നമ്മൾ LS അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഫയൽ കമാൻഡ് ചെയ്യുന്നൊന്ന് കൊടുത്തോളൂ. ഓക്കെ, കംപ്രസ്ഡ് ഡാറ്റ BZIP2 കംപ്രസ്ഡ് ആണ്. കണ്ടോ. ഓക്കെ, ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു BZIP കുറച്ചുകൂടെ കമ്പ്യൂട്ടേഷണൽ ഇൻറ്റൻസീവ് ആണ്, കുറച്ചുകൂടെ CPU ടൈം എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ GZIPനെക്കാളും കുറച്ചുകൂടെ സൈസ് കൂടിയ ലെവലിലാണ്, കുറച്ച് എഫിഷ്യൻസി കുറഞ്ഞ രീതിയിലാണ് നമുക്ക് BZIP2 റിസൾട്ട് തരുന്നത്. 1.7 KB സൈസ് ആക്കിയിട്ടുണ്ട്. നമുക്ക് നേരത്തെ GZIP2ൽ 1.6 ആക്കിയാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അത് നിങ്ങൾക്ക് വേരി ചെയ്ത് വരും. ഞാൻ നേരത്തെ പറഞ്ഞു ഈ BZIP2 കുറച്ചുകൂടെ ഹെവി ഫയൽസ്, മീഡിയ ഫയൽസൊക്കെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അത് കംപ്രസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടായിരിക്കണം ഇത് 1.7 ആയിട്ട് വന്നത്. ഓക്കെ, അത് നിങ്ങൾ ടെസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മീഡിയ ഫയൽസ് വെച്ച് കംപ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ റിസൾട്ട് നോക്കി നിങ്ങൾക്ക് ബെസ്റ്റ് കംപ്രഷൻ അൽഗോരിതം നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, രണ്ടും ബെസ്റ്റ് തന്നെയാണ്. പക്ഷേ BZIP2 ഈസ് കുറച്ചുകൂടെ മീഡിയ ഫയൽസിനെ ഓറിയൻറ്റ് ചെയ്തിട്ടാണ് അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് BZIPനെ അൺസിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, BZIP കംപ്രസ്ഡ് ഫയൽസിനെ അൺസിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് unzip കൊടുത്താൽ മതി. unzip BunZip 2
അല്ലെങ്കിൽ മറ്റേത് ഗൺ സിപ്പ്, ഇത് ബൺ സിപ്പ്. ഓക്കെ, എന്നിട്ട് ന്യൂ ടാർബാൾ ഡോട്ട് bz2 കൊടുത്താൽ മതി. LS കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ bz2 ഫയൽ എക്സ്റ്റൻഷൻ അതിൽ നിന്ന് മാറി നിങ്ങൾക്ക് പഴയ നിങ്ങളുടെ ടാർബാൾ ഫയൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അതായത് ഇതൊരു 2 സ്റ്റെപ്പ് പ്രോസസ്സ് അല്ലേ, വിൻഡോസിലാണെങ്കിൽ ഫയൽസ് എല്ലാം കൂടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് മൂവ് ടു കംപ്രസ്ഡ് ആർക്കൈവ് കൊടുത്താൽ പോലെ നിങ്ങൾക്ക് ഡൗട്ട് വരും. ബേസിക്കലി എൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അതായത് ഫസ്റ്റ് ടാർബാൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ആർക്കൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, പക്ഷേ ലിനക്സിന് ആക്ച്വലി ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരൊറ്റ കമാൻഡിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റും. അതായത് ടാർബാൾ കൺവേർഷനും കംപ്രഷനും ഒറ്റ ഇതിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ഞാൻ എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ അതിന് മുമ്പേ ഞാൻ നിങ്ങൾക്കിത് ഈ bzip2ഉം gzip2ഉം ബേസിക്കലി നിങ്ങൾക്ക് ലിനക്സ് മെഷീനിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ bzipഉം gzipഉം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷേ നിങ്ങളൊരു വിൻഡോസ് മെഷീനിൽ ഒരു ലിനക്സ് മെഷീനിൽ കംപ്രസ് ചെയ്തിട്ട് വിൻഡോസ് മെഷീനിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ വിൻഡോസ് മെഷീനിൽ ചിലപ്പം gzipഉം bzipൻ്റെയും വിൻഡോസ് ഇൻസ്റ്റാളർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം വരും. ഓക്കെ, വിൻഡോസ് മെഷീനിൽ ബൈ ഡിഫോൾട്ട് സിപ്പ് എന്ന് പറയുന്ന ഒരു ആർക്കൈവ് അൽഗോരിതം ഉണ്ട്. അപ്പം നമുക്ക് വിൻഡോസ് മെഷീനിലേക്ക് മൂവ് ചെയ്ത് പെട്ടെന്ന് ഇത് അൺആർക്കൈവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ലിനക്സിലും സിപ്പ് ചെയ്ത് തന്നെ പോകണം. അതായത് സിപ്പ് എന്ന് പറയുന്ന കംപ്രഷൻ അൽഗോരിതം യൂസ് ചെയ്ത് തന്നെ പോകേണ്ടി വരും. ഇനി അതിന് വേണ്ടിയിട്ട് ഞാൻ ആ 2 ഫയലും ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യണം. നമ്മൾ ടാർബാളിൽ നിന്ന് -xvf ന്യൂ ടാർ. ഇനി xvf എന്തിനാണ് ബേസിക്കലി എക്സ്ട്രാക്ട് ചെയ്യാൻ, ടാർബാളിൽ നിന്ന് ഫയൽസ് എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ കണ്ടോ, ls-lh ഫയൽ സൈസ് നമുക്ക് നോക്കിയോ. ഓക്കെ, 1.2Kയും ഓക്കെ ഫ്രം റൂട്ട് മാക്സ് ടു 2.8K ഉണ്ടാവും. അപ്പോൾ ടോട്ടലി ഇത് ഏകദേശം ഇത് 3KB വരുന്ന കണ്ടൻറ്റാണ് ഈ 2 ഫയൽസും. ഓക്കെ, നമ്മൾ gzip വെച്ച് ചെയ്തപ്പോൾ അത് 1.6 ആക്കി കുറഞ്ഞു. അതായത് 3KB വരുന്നിടത്ത് 1.6 ആക്കി, നേരെ പകുതിയാക്കി ഏകദേശം അല്ലേ. അതേപോലെ നമ്മൾ bzip2 ഉപയോഗിച്ചപ്പോൾ 1.7 ആക്കി. അപ്പോൾ നിങ്ങൾക്ക് കംപ്രഷൻ്റെ കൺസെപ്റ്റ് മനസ്സിലായി കാണും ഇപ്പോൾ തന്നെ. ഓക്കെ, അപ്പോൾ സിപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ സിപ്പ് എന്ന് പറയുന്ന കമാൻഡ്, അത് വിൻഡോസ് മെഷീനിന് വേണ്ടി നമ്മൾ സിപ്പ് എന്ന് പറയുന്ന കമാൻഡാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് സിപ്പിൻ്റെ ഫയൽ പറഞ്ഞു കൊടുക്കുക. അതായത് നമ്മൾ ടാർബാൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ ടാർബാൾ .tar എന്ന് പറഞ്ഞു കൊടുത്ത പോലെ നമ്മൾ സിപ്പിന് അങ്ങനത്തെ ഒരു ഫയൽ നെയിം പറഞ്ഞു കൊടുക്കുക. അതായത് /zip എന്ന് പറയുന്ന ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ സിപ്പ് ഫയലിലേക്ക് നമ്മൾ ഏതൊക്കെ ഫയലാണ് പോകേണ്ട, ഫ്രം റൂട്ട് മാക്സ് ടൂയും പൈലിസ്റ്റ് അല്ലേ, ഈ 2 ഫയലാണ് പോകേണ്ടത്. ഓക്കെ, ഇവിടെ നമ്മൾ ഓപ്ഷൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഡയറക്റ്റ്ലി നമുക്ക് സിപ്പ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ന്യൂ സിപ്പ് എന്ന് പറഞ്ഞ് .zip എന്ന് പറയുന്ന ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തായിട്ട് കാണാൻ പറ്റും. ഇനി ls-lh കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ 1.8 KB, അതായത് ടോട്ടൽ 3KB വരുന്നിടത്ത് നമുക്ക് 1.8 KB ആണ്. ഇവിടെ സിപ്പ് എന്ന് പറയുന്ന സിപ്പ് എന്ന് പറയുന്ന കമാൻഡിന് നമ്മൾ ടാർബാൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഡയറക്റ്റ്ലി കംപ്രസ് ചെയ്തോളൂ. ഓക്കെ, ആക്ച്വലി നമ്മൾ ഈ ഒരു ഫയൽസിൻ്റെ കേസിൽ നോക്കുമ്പോഴത്തേക്കും bzipനേക്കാളും gzipനേക്കാളും കുറച്ചുകൂടെ ലോവർ ലെവൽ പെർഫോമൻസ് ആണ് നമുക്ക് സിപ്പ് തരുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ഫയൽസിന് അത് ഡിഫറെൻറ്റ് പെർഫോമൻസ് ആയിരിക്കും തരുന്നത്. ഓക്കെ, ഈ 3 ആൾഗരിതംസ് നമുക്കിനി ഇതിനെ അൺസിപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അൺസിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. അൺസിപ്പ് കൊടുത്താൽ മതി. അൺസിപ്പ് എന്നിട്ട് നിങ്ങളെ സിപ്പ് ഫയൽ പറഞ്ഞു കൊടുത്താൽ മതി. ന്യൂ zip.zip. ഓക്കെ, ഇത് എന്തുകൊണ്ട് നമ്മുടെ അടുത്ത് ഇത് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഇത് അൺസിപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്കും നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഡയറക്ടറിയിൽ ഈ ഫയൽസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. അതുകൊണ്ടാണ് അത് വീണ്ടും yes or no കൊടുക്കാൻ ചോദിച്ചത്. ഓക്കെ, നമുക്കത് ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഫയൽസിനെ ഒന്ന് റിമൂവ് ചെയ്യാം. ഫ്രം അൺസിപ്പ് ന്യൂ സിപ്പ് കണ്ടോ, ഇപ്പോൾ അത് നമുക്ക് yes or no ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി എല്ലാം സെർച്ച് കഴിഞ്ഞാൽ കണ്ടോ നിങ്ങൾ ആ ഫയൽസ് എല്ലാം അൺസിപ്പ് ചെയ്ത് നിങ്ങൾക്കിവിടെ കിട്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് gzipൻ്റെ അൺസിപ്പ് ചെയ്യുന്നത് bzip2 അൺസിപ്പ് ചെയ്യുന്നത് പിന്നെ സിപ്പ് എന്ന് പറയുന്ന കമാൻഡ് ഇപ്പോൾ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ലിനക്സിൽ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യം, കംപ്രസ് ചെയ്യുമ്പോൾ അതായത് ലിനക്സിൻ്റെ കംപ്രഷൻ അൽഗോരിതം വെച്ച് കംപ്രസ് ചെയ്യുമ്പോൾ അതിനെപ്പോഴും ഒരു ആർക്കൈവ് ടാർബാൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്.
ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ടാർബോൾ ക്രിയേഷൻ്റെ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ബിസിപ്പും ജിസിപ്പും 2 സ്റ്റെപ്പിൽ നിങ്ങൾക്ക് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ജിസിപ്പിൽ തന്നെ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ടാർബോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും ടാർബോൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ടാർബോൾ ഞാൻ അതിന് മുമ്പ് ഈ ഫയൽസ് ഒന്ന് റിമൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ tar-cvf my tarball .tar അപ്പം നിങ്ങളുടെ ഫയൽസ് എല്ലാം പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ യൂഷ്വൽ വേ ഓഫ് ഡൂയിങ് അല്ലേ. നമ്മൾ ആദ്യം ടാർബോൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ആ ടാർബോളിലേക്കാണ് നമ്മൾ ജിസിപ്പും ബിസിപ്പും അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒറ്റ സ്റ്റെപ്പിൽ എങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാൽ, അതായത് ഇവിടെ ടാർബോളിൻ്റെ അവിടെ CVF കഴിഞ്ഞ്, അതായത് ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ Z എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ജിസിപ്പ് എന്ന് പറയുന്ന അൽഗോരിതം ഉപയോഗിച്ച് ഇത് കംപ്രസ് ചെയ്യും. ഓക്കെ, പക്ഷേ നിങ്ങൾ അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങളങ്ങനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങളത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിങ്ങളിവിടെ GZ എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷനും കൂടെ കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ഫയലിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങളുടെ കൺവീനിയൻസിന് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെർബോസ് റിസൾട്ട് കിട്ടും. എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ mytarball.tar.gz ഇതൊരു ജിസിപ്പ് കംപ്രസ്ഡ് ഫയലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഫയൽ എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുക. mytarball ആ കംപ്രസ്ഡ് ഫയലിൻ്റെ പേര് പറഞ്ഞു കേൾക്കാമല്ലോ. mytarball ജിസിപ്പ് കംപ്രസ്ഡ് ഡേറ്റ കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായി ഇത് ജിസിപ്പ് വെച്ച് കംപ്രസ് ചെയ്ത ഫയലാണ് കേട്ടോ. അത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഒറ്റ സ്റ്റെപ്പിൽ കംപ്രസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിസിപ്പ് ബിസിപ്പ് എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ടാർ എന്ന് പറയുന്ന കമാൻഡ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ബേസിക്കലി ടാർ എന്ന് പറയുന്ന ആ 2 സ്റ്റെപ്പ് പ്രോസസ്സിനെയാണ് ഞാൻ ഇന്ന് സ്പ്ലിറ്റ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തതേ ഉള്ളൂ, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി ബിസിപ്പ് വെച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഇസഡിന് പകരം നിങ്ങൾ എന്ത് ചെയ്യണം, ബി അല്ല എടുക്കേണ്ട, ജെ എടുക്കണം. ഓക്കെ, ജെ എടുത്താൽ അത് ബിസിപ്പ് 2 അൽഗോരിതം ചൂസ് ചെയ്തോളൂ. ഓക്കെ, ഇനി നിങ്ങൾ എല്ലാ ദിവസവും എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഞാൻ പേര് മാറ്റാൻ പറഞ്ഞു, ഇവിടെ GZ എന്നാണ് കിടക്കുന്നത് കേട്ടോ. പക്ഷേ നിങ്ങൾ ഫയൽ mytarball.gz കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇത് ബിസിപ്പ് കംപ്രസ്ഡ് ഡേറ്റ ഉണ്ടാകും. അതാണ് ഞാൻ പറഞ്ഞത്, ഫയൽ നെയിം ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അല്ല, അത് നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി മാത്രമാണ്. ഞാനതൊന്ന് റിമൂവ് ചെയ്തിട്ടൊന്ന് പ്രോപ്പർലി ചെയ്യാം. ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, mytarball.tar.bz2. ഓക്കെ, അപ്പോൾ നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ കംപ്രസ് ചെയ്യുന്ന കാര്യം നമ്മൾ കണ്ടു. ഇനി അൺകംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയും ടാർ തന്നെയാണ് -xv നമ്മളിപ്പോൾ bzip 2 ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് xvjf കൊടുക്കാം. xvjf mytarball. ഓക്കെ, എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നിങ്ങൾക്ക് ആ 2 ഫയലും എക്സ്ട്രാ ഞാൻ അതൊന്ന് റിമൂവ് ചെയ്യും. 2 ഫയലും റൂട്ടും ഫയൽ ലിസ്റ്റ്. എന്നിട്ട് നമുക്ക് അൺകംപ്രസ് ഒന്നുകൂടെ ചെയ്ത് നോക്കാം. എക്സ്ട്രാക്ട് VJF. ഓക്കെ, കേട്ടോ, നിങ്ങൾക്കിവിടെ 2 ഫയൽ അൺകംപ്രസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മെഷീൻ നിങ്ങളുടെ ഫോൾഡറിലേക്ക് അൺകംപ്രസ് ചെയ്ത രീതിയിൽ നിങ്ങൾക്ക് 2 ഫയൽസ് ഇപ്പോൾ എക്സ്ട്രാക്ട് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒറ്റ സ്റ്റെപ്പിൽ കംപ്രസ് ചെയ്യുന്ന ഒറ്റ സ്റ്റെപ്പിലും അൺകംപ്രസ് ചെയ്യുന്ന നിങ്ങൾ കണ്ടു. അതേപോലെ നിങ്ങൾക്ക് ഇങ്ങനെ ഫയൽ ലിസ്റ്റ് ഒന്നുകൂടെ റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജിസിപ്പ് വെച്ച് ജിസിപ്പ് അൺകംപ്രഷനും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, പക്ഷേ നമുക്ക് അവിടെ എന്ത് ചെയ്യണം, നമുക്ക് ജിസിപ്പ് ഫയൽ ആവശ്യമുണ്ട്. tar-cvzf ഇങ്ങനെയെല്ലാം നമ്മൾ ജിസിപ്പ് ഉപയോഗിച്ച് നമ്മൾ കംപ്രസ് ചെയ്യണം ഒറ്റ സ്റ്റെപ്പിൽ. എന്നിട്ട് നമ്മൾ tar.gz ഫ്രം ഫയൽ ലിസ്റ്റ് ന്യൂ ടാർ ഫയൽ. അപ്പം നിങ്ങൾ ഒരു GZip കംപ്രസ്ഡ് ഫയൽ നിങ്ങൾക്ക് കിട്ടി. ഇനി ഇതിനെ അൺകംപ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം അതിന് മുമ്പേ ആ ഫയൽസ് ഒന്ന് റിമൂവ് ചെയ്യും. ഫയൽ ലിസ്റ്റ് ഫയൽസ് ഇല്ല, ഇനി ഞാൻ അൺകംപ്രസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അൺകംപ്രസ് ചെയ്യാൻ വേണ്ടി ഞാൻ പ്രത്യേക കമാൻഡ് ഒന്നുമില്ല, ടാർ എന്ന് പറയുന്ന കമാൻഡിൽ ഓപ്ഷൻസ് മാറ്റി കൊടുത്തത് CVZF. ഓക്കെ, അപ്പോൾ അൺകംപ്രസ് ചെയ്യാൻ വേണ്ടി
ജി സിപ്പ് ആണെങ്കിൽ സെറ്റ് കൊടുക്കുക, ബി സിപ്പ് ആണെങ്കിൽ ജെ കൊടുക്കുക. ഓക്കെ, കംപ്രസ് ചെയ്യാനും അത് തന്നെയാണ്, ഇസഡും ജെയും. എന്നിട്ട് നിങ്ങളുടെ ഓക്കെ ഇപ്പോൾ അൺകംപ്രസ് ആയി. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ബേസിക്കലി സിംഗിൾ സ്റ്റെപ്പിൽ അൺകംപ്രസ് ചെയ്യാനും കംപ്രസ് ചെയ്യാനുമുള്ള കമാൻഡ്സ്. നിങ്ങൾക്ക് ഇപ്പോൾ ലിനക്സിലെ കംപ്രഷൻ കൺസെപ്റ്റ് നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. സിപ്പിൻ്റെ കാര്യത്തിൽ ഡിഫറൻ്റ് ആണ്. സിപ്പ് എന്ന് പറയുന്ന കമാൻഡ് ഡയറക്റ്റ്ലി കൊടുത്തു കഴിഞ്ഞാൽ മതി, നിങ്ങൾക്ക് കംപ്രസ് ചെയ്ത് തന്നെ ആർക്കൈവ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതേപോലെ അൺസിപ്പ് ചെയ്യാൻ വേണ്ടി അൺസിപ്പ് എന്ന് പറയുന്ന കമാൻഡ് സിപ്പിൻ്റെ ഫയലും കൂടെ പറഞ്ഞു കൊടുത്താൽ നിങ്ങൾക്ക് അൺസിപ്പ് ചെയ്ത ഫയൽസ് എല്ലാം കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കംപ്രഷൻ കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് നല്ല ഉപയോഗമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു, ടേക്ക് കെയർ.